ഇന്നലെ ഞാനാണ് ചമ്മയെങ്കിൽ ഇന്ന് ഡൊണാൾഡ് ട്രംപാണ് ചമ്മയത്. ഇന്ന് വൈകുന്നേരം ഒരു 5:30 5:45 നമുക്ക് ന്യൂസ് കിട്ടിയത്. ഒരു സീസ് ഫയർ ഡിക്ലെയർ ചെയ്തു എന്ന്. ഡിക്ലെയർ ചെയ്തായിരുന്നു നമ്മുടെ മഹാനായ ഡൊണാൾഡ് ട്രംപ് അവർകൾ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫയർ ഡൊണാൾഡ് ട്രംപായിട്ട് ചെയ്യിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപ് എല്ലാവരോടും സംസാരിച്ച് സീസ് ഫയർ ഉണ്ടാക്കിയിരുന്നു. അതിന് തൊട്ടു പുറകെ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ വന്ന് പറഞ്ഞു, അതായത് ഞങ്ങളത് സീസ് ഫയർ നടത്തിച്ചിട്ടുണ്ട്, ഇനി ഇന്ത്യ പാകിസ്ഥാനും കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും, എല്ലാ കാര്യങ്ങളും സംസാരിക്കും ഒരു ന്യൂട്രൽ വെന്യൂവിൽ വെച്ചിട്ട്. 5 മണിക്ക് എഫക്റ്റീവ് സീസ് ഫയർ ആയി എന്നാണ് പറഞ്ഞത്. ഒരു ആഫ്റ്റർനൂൺ 3:35 ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ DGMOs സംസാരിച്ചു. 5 മണിക്ക് സീസ് ഫയർ ഡിക്ലെയർ ചെയ്തു എന്നാണ് ന്യൂസ്. ഇന്ത്യയുടെ പ്രസ് ബ്രീഫിങ്സ് എല്ലാം പറഞ്ഞത് സ്റ്റോപ്പേജ് ഓഫ് ഫയറിംഗ് ആൻഡ് മിലിറ്ററി ആക്ഷൻ. സീസ് ഫയർ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു 6 മണിയായപ്പോൾ സമാധാനമായി എന്ന് എല്ലാവരും വിചാരിച്ചു. രാത്രി ഒരു 8 മണിയായപ്പോഴത്തേക്കും വീണ്ടും ന്യൂസ് വന്നു. ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ഡ്രോൺ അറ്റാക്സ് തുടങ്ങി. LOCയിൽ ഹെവി ആർട്ടിലറി ഫയറിംഗ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസ് കിട്ടി ഗുജറാത്തിലും കച്ച് ഏരിയാസിലും ഡ്രോൺ അറ്റാക്സ് നടന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് കിട്ടിയ ഇൻഫർമേഷൻ ന്യൂസിൽ വരുന്നത്, ജമ്മു കാശ്മീരിലെ നഗ്രോത്ത എന്ന ഏരിയയിൽ ഫിദൈൻ ടെററിസ്റ്റുകളും ഇന്ത്യൻ ആർമിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ട്. അതായത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു വളരെ പ്രധാനമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. ഇൻ ഫ്യൂച്ചർ ഓൾ ആക്ട്സ് ഓഫ് ടെററിസം വിൽ ബി കൺസിഡേർഡ് ആസ് എൻ ആക്ട് ഓഫ് വാർ. അപ്പോൾ ബേസിക്കലി നമ്മുടെ ട്രംപ് അമ്മാവൻ ചമ്മി നാറി. ഇന്നലെ ഞാൻ ചമ്മി നാറിയ പോലെ അദ്ദേഹം ഇന്ന് ചമ്മി നാറി. കാരണം അദ്ദേഹം ആണ് വലിയ ഡയലോഗ് അടിച്ചത്. ഇന്ത്യ പറഞ്ഞിട്ടില്ല. US മുഖാന്തരം US ഇൻവോൾവ്മെൻറ്റിനെ പറ്റി ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല. മോദിയുടെ നിന്നൊരു വാക്ക് വന്നിട്ടില്ല. നമ്മുടെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞു അതേ ഇങ്ങനെ സംസാരം നടന്നിട്ടുണ്ട്. മെയ് 12 ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും ഫർദർ റിവ്യൂ നടക്കും. 2 മണിക്കൂർ എടുത്തില്ല. കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടൈം പോലും നടന്നില്ല. അതിനു മുമ്പേ സീസ് ഫയർ വയലേഷനായി. ഇനി കളി എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ഇന്ത്യ റിറ്റാലിയേഷൻ തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് ഫ്രം വാട്ട് ഐ എം ഹിയറിങ്, ഇസ്ലാമാബാദ്, പേഷാവർ എയർഫോഴ്സ് ബേസ്, അങ്ങനെ കറാച്ചി, അങ്ങനെ പല സ്ഥലത്തും ഇന്ത്യ കൗണ്ടർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ നാളെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ രാത്രി 11 മണിയായി. ഇനി അടുത്ത 1 മണിക്കൂർ വീണ്ടും യുദ്ധം തുടങ്ങും. ക്രോസ് ഫൈറ്റിംഗ് തുടങ്ങാൻ സാധ്യതയുണ്ട്. നോക്കാം. ഇത് ഞാൻ കാണുന്നത് കുറച്ച് പാറ്റേൺസും അനാലിസിസും ഉണ്ട്. ലെറ്റ്സ് സേ ദർ ഇസ് എ സീസ് ഫയർ ആൻഡ് ഇഫ് ദാറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ട്രംപ് ആസ് വാസ് എ സിറ്റുവേഷൻ ആസ് ഓഫ് 6 PM, അത് അമേരിക്കയ്ക്ക് വലിയൊരു ജയമാണ്. ചൈനയ്ക്കത് സഹിക്കുമോ? കാരണം ഇന്ന് വേറൊരു സംഭവം കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. US ചൈന ട്രേഡ് ടോക്സ് ജനീവയിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ ട്രേഡ് ടോക്സിൽ നിന്ന് ചൈനീസ് ഡെലിഗേഷൻ അടികൂടി പിരിഞ്ഞു. ആ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് വിക്ടറി കിട്ടുകയാണെങ്കിൽ ചൈനക്കാർക്ക് സഹിക്കുന്ന കാര്യമാണോ? കാരണം ചൈനക്കാരുടെ സ്വത്താണെന്നാണല്ലോ പാകിസ്ഥാൻ എന്നാണല്ലോ വെച്ചിരിക്കണേ. ചൈനക്കാരുടെ അസറ്റില്ല. അമേരിക്കക്കാർ ഗോൾ അടിച്ചാൽ ചൈനക്കാർക്ക് സഹിക്കില്ലല്ലോ. പിന്നെ പല ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ എക്സാക്ട്ലി വാട്ട്സ് ഗോയിങ് ഓൺ. ആസിം മുനീറാണ് സമ്മതിക്കാത്തതെന്നും കോർ കമാൻഡേഴ്സാണ് സമ്മതിക്കാത്തതെന്നും വി ഡോണ്ട് നത്തിങ് അബൌട്ട് വാട്ട്സ് ആക്ച്വലി ഗോയിങ് ഓൺ റൈറ്റ് നൗ. ഒരു കാര്യം മാത്രം അറിയാം, സീസ് ഫയർ എന്നുള്ള സാധനം അവിടെ തീർന്നു. 2 മണിക്കൂർ നേരത്തെ സീസ് ഫയർ ആയിരുന്നു, അതോടെ കഴിഞ്ഞു. അതിൻ്റെ ചാപ്റ്റർ ക്ലോസായി. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണേന്ന്. ട്രംപ് നാണം കെട്ട സ്ഥിതിക്ക് അയാളുടെ സൈഡിൽ നിന്ന് ഇനി റിറ്റാലിയേഷൻ പ്രതീക്ഷിക്കാം. സെസേഷൻ ഓഫ് മിലിറ്ററി ആക്ടിവിറ്റീസ് വന്ന സമയത്ത് ഞാൻ വളരെ കോൺഫ്ലിക്റ്റഡ് ആയിരുന്നു. എനിക്ക് I had a feeling that it does not make sense. It does not make, even if it happens, ceasefire നല്ലത് വരികയാണെങ്കിൽ നല്ലത്. ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സീസ് ഈസ് ഗുഡ്. ബട്ട് ഐ വാസ് തിങ്കിങ് നമ്മുടെ ലാർജർ ഒബ്ജക്റ്റീവ്സിന് അത് വർക്കൗട്ട് ആവുമോ? ഇൻ എ വേ യെസ്.
നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് ഈസ് എ വാർ ഓൺ ടെററിസം. ഇന്ത്യയുടെ ഹൈ കമ്മീഷണർ ടു UK അദ്ദേഹം പ്രസ് ഇൻട്രാക്ഷൻസിലൊക്കെ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ വാർ ഓൺ പാകിസ്ഥാൻ, ഇറ്റ്സ് നെവർ എ വാർ ഓൺ പാകിസ്ഥാൻ, ഇറ്റ്സ് എ വാർ ഓൺ ടെറർ. വാട്ട് ഡസ് ദാറ്റ് മീൻ? We are not in a state of war against the state of Pakistan. It's a war on terrorism and its supporters, which includes Pakistan military. We don't consider Pakistan military to be representative of the Pakistan state. That is why we don't attack Pakistan civilian assets. നമ്മൾ പാകിസ്ഥാൻ സിവിലിയൻസ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. പാകിസ്ഥാനെ പോലെയല്ല നമ്മൾ. പാകിസ്ഥാൻ മിലിറ്ററിനെ നമ്മൾ ഇനി അടിക്കും. നോക്കാം എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണെന്ന്. ഗുഡ് നൈറ്റ്.